ഹലോ ഗൈസ്, ഒരു ചെറിയ വലിയ ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. താത്താന്റെ കല്യാണമൊക്കെ ആയില്ലേ, അപ്പൊ ഓൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പിന്നെ നേരത്തെ കാലത്ത് തന്നെ റെഡി ആയിട്ടുണ്ട് ഗൈസ്, പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. ഇപ്പൊ വണ്ടി വരും. സോ അപ്പൊ നമ്മൾ പോവും. ജലദോഷം. ഹലോ ഗൈസ്, പോയിട്ട് വരാം. ക്യൂട്ട്നെസ്. അപ്പൊ ഇതാണ് എന്റെ താത്ത. ഞങ്ങള് അളിയന്റെ ഫാമിലി ആയിട്ടാട്ടോ പോണത്. ഓരാണെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് എത്താനായിന്ന്. അതുകൊണ്ട് ഞങ്ങള് റോട്ടിക്ക് ഇറങ്ങി നിൽക്കുകയാണ്. റോട്ടിക്ക് കൊണ്ടുവയ്ക്കാനാണെങ്കിൽ ഇമ്മി ഇപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ വന്നതെന്നൊന്നും അറിയില്ല. റോട്ടിക്ക് ഇറങ്ങിയത് അവര് വന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ എങ്ങോട്ടാ പോണത് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പട്ടാമ്പിക്ക് പോകാന്നാണ് വിചാരിച്ചത്. പിന്നെ എന്തായാലും പാലക്കാട്ടേക്ക് പോകാൻ വിചാരിച്ചു. അവിടെ ആകുമ്പോൾ കുറെ ഷോപ്പൊക്കെ ഉണ്ടല്ലോ. പാലക്കാടിനെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കണു. എനിക്കാണെങ്കിൽ ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടട്ടോ. ഞാനാണെങ്കിൽ കുറെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഓരോ സ്ഥലങ്ങളെത്തുമ്പോൾ വീഡിയോസ് എടുക്കൽ തന്നെ പണി. വീഡിയോസ് ആണെങ്കിൽ എടുത്തിട്ട് തീരുന്നില്ല. അങ്ങനെ അതാ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഏറ്റവും നേരെ പോയി ചായയും പഴംപൊരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഷോപ്പ് കയറി ഇറങ്ങാൻ പറ്റൂല. ഫസ്റ്റ് തന്നെ MK കാട്ട് പോയത്. അവിടെ പോയിട്ട് കുറെ തെണ്ടി തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയത് കിട്ടിയില്ല. MK ഇറങ്ങുമ്പോഴാട്ടോ ക്രോപ്പ് ടോപ്സിന്റെ ഒക്കെ കളക്ഷൻ കണ്ട് കയറുമ്പോൾ ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അല്ലെങ്കിലും ഗേൾസിനൊക്കെ ക്രോപ്പ് ടോപ്പിനോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെ ആയിരിക്കും. അവിടെ ഒന്നും കിട്ടാത്തോണ്ട് തന്നെ ഇനി പ്രീതിക്ക് വന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങോട്ടും പോയില്ല. അപ്പോഴാണ് പാലക്കാട്ടിലുള്ള കല്യാൺ സിൽക്സ് ഹൈപ്പർ മാർക്കറ്റിൽ പോകാൻ വിചാരിച്ചത്. വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല പോകുമ്പോ. പിന്നെ എന്തായാലും പോവാല വെച്ചിട്ട് പോയതാണ്. പക്ഷെ സത്യം പറയാലോ അവിടെ അടിപൊളി കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ബട്ട് അതിനനുസരിച്ച് റേറ്റും ഉണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു മിറർ എന്റെ കണ്ടുപെട്ടത്. മിറർ കണ്ട പിന്നെ കുറച്ച് പട്ടിഷ നിർബന്ധമാണല്ലോ. അവരവിടെ ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് സാരിന്റെ കളക്ഷൻ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ പോസ്റ്റ് അടിക്ക് ശേഷം നമുക്ക് കോഫി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ ചുരിദാർ നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ചുരിദാറൊന്നും വലിയ കളക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇഷ്ടപ്പെട്ടതിനൊക്കെ നല്ല റേറ്റും കൂടുതലാണ്. അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ നേരെ മോൾസ് സെക്ഷനിലേക്കാണ് പോയത്. അവിടെ പിന്നെ ബോയ്സിന്റെ കളക്ഷൻ ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഡ്രസ്സ് ഒന്നും എടുക്കാല്ലാത്തോണ്ട് തന്നെ എടുത്ത ഡ്രസ്സ് ബില്ലടിക്കാൻ വേണ്ടി അടിക്ക് വന്നു. ഒരു സ്ഥലത്തേക്ക് വന്ന് പിന്നെ നമ്മൾ എല്ലാവരും പോയി നോക്കണമല്ലോ. ഞങ്ങൾ കുറെ ബാഗിന്റെയും ചെരുപ്പിന്റെയും കളക്ഷൻ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോഴത്തെയും പോലെ നോക്കലും മാത്രമുള്ള എടുക്കലൊന്നുമില്ല. അവിടുന്ന് പിന്നെ കുറച്ച് പെർഫ്യൂംസ് ഒക്കെ ട്രയൽ ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ജ്യൂസ് കൊണ്ടുവന്നത്. അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി വേറെ എന്തൊക്കെയോ പോയി നോക്കി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ ഏറെക്കുറെ എല്ലാ സെക്ഷനും പോയി നോക്കിയിക്കണ്. അങ്ങനെ പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. കാരണം നമുക്ക് വേറെ ഡ്രസ് കടയിൽ കയറാണ്ട്. പിന്നെ നേരെ പോയത് ഡ്രസ് വേൾഡിക്കാണ്. താത്തയാണെങ്കിൽ ഇതിന് മുന്നേ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നത് എന്തിനാ വെച്ച് ചുരിദാറൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. കേറി വന്നത് ഫസ്റ്റ് എന്റെ കണ്ടുപോയത് ഈ ഒരു മിറർക്കാണ്. ഞാൻ ഫോമ്പൊക്കെ വന്നപ്പോ അവരെന്റെ പിന്നാലെ വന്നു. ഞങ്ങളിവിടെ മിററൊക്കെ നോക്കി നിൽക്കുമ്പോ അവരതാ ഡ്രസ്സൊക്കെ പോയി നോക്കുമായിരുന്നു. ഫസ്റ്റ് ഒരു ചുരിദാറൊക്കെ നോക്കി. പിന്നെ എപ്പോഴും ചുരിദാറല്ല, അതുകൊണ്ട് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ഷറാറൊക്കെ നോക്കി. അവരാണെങ്കിൽ ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ ഞാൻ കട്ട പോസ്റ്റ് ആയിരുന്നു. പിന്നെ കുറെ നേരം ഇല്ലെങ്കിൽ നിൽക്കണം. അതുകൊണ്ട് ചെറുതായിട്ട് കാലൊക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ പോയിരുന്നു. പിന്നെ ഇതാ ചുരിദാർ ഞാൻ നോക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഷറാറയും ചുരിദാറും ഒക്കെ എടുത്തു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ കുട്ടികൾക്കുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ പിന്നെ കുറെ ഇങ്ങനെ ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വൈറ്റ് ഡ്രസ് ആട്ടോ. അതിന്റെ ഇടയിൽ ഞാനും ചുമ്മാ ഓരോ ഡ്രസ്സൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എടുത്ത ഡ്രസ്സൊക്കെ ബില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ബില്ല് ചെയ്ത് കിട്ടാൻ പിന്നെ കുറച്ച് നേരം എടുക്കുമല്ലോ. അതുകൊണ്ട് അവിടെ പോയിരുന്നു. പിന്നെ ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല രസം കിട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല. ഇത്ര നേരം കുറെ അല്ല നടന്നില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്തായാലും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഫുഡ് കഴിക്കാൻ വേറെ കിട്ടില്ല. നൂർജഹാൻക്കാണ് പോയത്. അവിടെ പോയപ്പോൾ ഒടുക്കത്തെ തിരക്ക്. കുറച്ച് നേരം അത്യാവശ്യം തിരക്കൊക്കെ ഒഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഫുഡായിട്ട് പിന്നെ എല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ പിന്നെ കുറച്ച് വെറൈറ്റി ആയി കൊട്ടിച്ചിട്ട് ഷെയ്ക്കാണ് ഓർഡർ ചെയ്തത്. എന്തായാലും നല്ല വെറൈറ്റി ആയി പോയി. കാരണം ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഇതിലത്തെ മെയിൻ സംഭവം എന്താ വെച്ചാൽ ഓൾറെഡി ജലദോഷമായിരുന്നു. അതിന്റെ ഇടയിൽ കൂടി തണുപ്പും കൂടി കഴിച്ചപ്പോൾ അടിപൊളിയായി. ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോ ഇനി എങ്ങോട്ട് പോകുന്നുള്ള ഒരു ആലോചനയിലായിരുന്നു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, പാലക്കാട്ടിലുള്ള മലമ്പുഴയ്ക്ക് പോകാനാണ് വിചാരിച്ചത്. വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിലത്തെ രസം എന്താ വെച്ചാൽ അവിടെ പോയപ്പോ ക്ലോസ് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയോ പണി നടക്കണ കാരണം കൊണ്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കവേക്ക് പോകുന്നു. കവേക്കാണെങ്കിൽ ഞങ്ങൾ ആരും പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ഞങ്ങളാണെങ്കിൽ പിന്നെ പാട്ടൊക്കെ വെച്ച് കുറച്ച് വൈബാക്കിയിട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് നല്ല രസാട്ടോ. സംഭവം കുറച്ച് മരങ്ങളുള്ളെങ്കിലും നല്ല രസാട്ടോ അതൊക്കെ കാണാൻ. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാട്ടോ ഇതുപോലത്തെ സ്ഥലത്ത് കൂടെ ഒക്കെ പോണത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടും. അപ്പൊ കുറച്ച് തുള്ളിച്ചാട്ടം നിർബന്ധ. ഗായ്സ് ഞങ്ങള് ഇതിൽ കാലിടാൻ പോവുകയാണ്. കടലില് പോലെ ഉണ്ട്. തിരമാലൊക്കെ വരുന്നു ചെറുതായിട്ട് കേട്ടോ. കൊള്ളാം. ഗായ്സ് നല്ല വെയില്.
സംഭവം ഈവനിങ് ആണ് നമ്മൾ അങ്ങോട്ട് പോയെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്ക് പോകുമ്പോ വെയിലൊന്നും ഒന്നുമല്ലല്ലോ. അടുത്തത് പിന്നെ എല്ലാരും ഈ ഊനാലേക്ക് വേണ്ടി തല്ലായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അവിടെ എത്തിയതും പിന്നെ എല്ലാരും ഓരോ ഊനാലിൽ പോയി സെറ്റ് ആയിക്കണ്. അവിടെ നല്ല വ്യൂ ആട്ടോ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇക്ക് സത്യം പറഞ്ഞ അവിടെ നിന്ന് വീട്ടിൽ പോരണം തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ പിന്നെ സ്ട്രോബെറി ഐസ്ക്രീം ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് സങ്കടത്തോടെ ആണെങ്കിലും അവനോട് ബൈ ബൈ പറഞ്ഞിട്ട് പോവുകയാണ്. ഇനിയിപ്പോ നേരെ കിട്ടാൻ പോണെച്ചാൽ അവിടെ തന്നെ വേറൊരു ഭാഗം ഉണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞൊക്കെ പോകുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് അവിടെ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു. അവിടെ പോകുമ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത് വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ. ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല, ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോകുക, അപ്പൊ അത്രേ ഉള്ളൂ. പോകുന്ന വഴിക്കാണെങ്കിലും മലന്റെ മുകളിലേക്ക് ഇങ്ങനെ കോട ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാന്ന് അറിയില്ല. പിന്നെ എന്റെ മൈൻഡിൽ അതന്നെ ആയിരുന്നു. ഒന്നാമത് നല്ല വെയിലാണ്, അതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ ഈ കോട വന്നിന്ന്. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ ഭയങ്കര ത്വരയായിരിക്കും. അപ്പൊ ഗൈസ്, ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.